രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ വിഷമമായി കാണും കേട്ടോ ഇന്നത്തെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ, അല്ലേ? അതെ, എന്താ നമസ്കാരം. 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 അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കഴിവും അതുപോലെ അനുഭവ സമ്പത്തും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു അഴിമതിയുടെ ഒരു അംശം പോലും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാളാണ്. പിന്നെ ഈ ഗോവിന്ദൻ മാഷൊക്കെ സംസാരിക്കുന്ന കേട്ടാൽ തന്നെ ആരും വോട്ട് ചെയ്യില്ല. കാരണം വെച്ചാൽ എല്ലാരെയും കളിയാക്കിക്കൊണ്ടുള്ള ഒരു സംസാരം ഗോവിന്ദൻ മാഷൊക്കെ സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പിതാവിനെ പോലും ഒരു ലോക്കൽ കമ്മിറ്റി അംഗമാണ് വളരെ ഇതായിട്ട് ആക്ഷേപിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറ്റേണ്ട വരും. കാരണം കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇല്ല, ഇപ്പൊ അതിനകത്ത് ഇല്ല നിലവിൽ. എല്ലാരും പോയിക്കൊണ്ടിരിക്കണേ പഴയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല. ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റും ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ നടന്നു വന്നത്. കാരണം ജനങ്ങളൊക്കെ എല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇനി അതിനകത്ത് ഇതാവൂല. കാരണം ഈ സുധാകരനെ പോലെ ഇത്രയും നല്ല നേതാക്കളെ പലയിടത്തുനിന്നും ഇപ്പൊ നേതാക്കൾ ചാടിക്കൊണ്ടിരിക്കുന്നത് ശരിയായ ആളുകൾ, അഴിമതിയും ഇതൊന്നും ഇല്ലാത്ത ആളുകൾ. ഇതിപ്പോ ഒരു അഴിമതിയും കൂട്ട് കുടുംബ പാർട്ടിയും കൂടിയായി. എല്ലാരും കുടുംബത്തിൽ നിന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഇത് എല്ലായിടത്തും അത് തന്നെയല്ലേ നിയമനം നടന്നേക്കണം. ഇപ്പൊ എവിടെ നോക്കിയാലും അറിയാം, ഓരോ ഇപ്പൊ ഇരിക്കുന്ന മന്ത്രിമാരുടെ ഭാര്യമാര് യൂണിവേഴ്സിറ്റി മറിച്ചതിന്റെ ഒക്കെ ആൾക്കാരായിട്ട് ഇരിക്കണേന്ന്. അപ്പൊ ഇങ്ങനെ അവര് അങ്ങോട്ട് ഇതാക്കി എടുത്ത് അവരുടെ മാത്രമായിട്ട് ഒരു സംവിധാനമൊക്കെ എടുത്ത് ഈ ഭരണം, അല്ലാണ്ട് ജനങ്ങൾക്കോ മറ്റു പാർട്ടിക്കോ ഒരു ഗുണമില്ലാത്ത ഒരു ഭരണം ഇവരുടെ ആളുകൾ മാത്രം തന്നെ. അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ അപ്പൊ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോ കോൺഗ്രസിലായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വരാൻ പോണം. കാരണം എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ കൂടുതൽ അതിനകത്തല്ലേ ഘടകകക്ഷികളൊക്കെ എടുക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാര് ഇതിനകത്തില്ലാതെ. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇലക്ഷന് ഇതിപ്പോ നോക്കി കാണാവുന്നേ ഉള്ളൂ എങ്ങനെ സംഭവിക്കും എന്നുള്ളത്.